ഹായ്, ഫഹദിൻ്റെ ജന്മദിനത്തിൽ മൻസൂർ മീഡിയ ചെയ്ത ഫഹദിസം വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റുകളിലൂടെയൊക്കെ മനസ്സിലായി. ഒത്തിരി സന്തോഷം. വീണ്ടും ഇത്തരം പരിപാടികൾ ചെയ്യാനുള്ള ഊർജ്ജം തന്നെയാണത്. തീർച്ചയായും നിങ്ങളെ നിരാശരാക്കാതെ അത്തരം പരിപാടികളും ഇടയ്ക്കുണ്ടാവും. സപ്പോർട്ടിന് ഒത്തിരി നന്ദി. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവർ അതും ലൈക്ക് ചെയ്യുക. ലിങ്ക് കമൻറ്റ് ബോക്സിലിടാം. ചില സർപ്രൈസുകൾ അവിടെയും കാണാം. അപ്പോൾ ഇന്നത്തെ സിനിമ വർത്തമാനത്തിലേക്ക്. കുറച്ചുനാൾ മുന്നേ റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയായിട്ടും അല്പം ലേറ്റായി ഇന്ന് റിലീസ് ചെയ്ത സിനിമയാണ് തൃശ്ശിവ പേരൂർ ക്ലിപ്തം. PS റഫീഖിൻ്റെ തിരക്കഥയിൽ രതീഷ് കുമാർ സംവിധാനം നിർവഹിച്ച ചിത്രം ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നല്ല പ്രതീക്ഷ നൽകിയിരുന്നു. ചിത്രത്തിന്റെ സംഗീതം ബിജിപാൽ, ഛായാഗ്രഹണം സ്വരൂപ് ഫിലിപ്പ്, എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ് എന്നിവരാണ് കൈകാര്യം ചെയ്തത്. സൺഡേ ഹോളിഡേ നല്ല വിജയമായി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ആസിഫ് അലി നായകനായും അപർണ ബാലമുരളി നായികയായും ഈ ചിത്രം വരുന്നത് എന്ന പ്രത്യേകതയുണ്ട്. മാത്രമല്ല, തൃശ്ശൂർ വീണ്ടും സിനിമാ കഥകളുടെ പശ്ചാത്തലമാവുകയാണ്. ഈ വർഷം തന്നെ അതിലിപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പലതിലും തൃശ്ശൂർ തന്നെയാണ് പശ്ചാത്തലം. ആസിഫ് അലി അവതരിപ്പിക്കുന്ന ഗിരിജ വല്ലഭൻ, അപർണ ബാലമുരളിയുടെ ഭഗീരഥി, ചെമ്പൻ വിനോദിന്റെ ഡേവിഡ് പോളി, ബാബുരാജിന്റെ ജോസ് ചെമ്പാളൻ, ശില്പി ശർമ്മയുടെ നിലീന മെഹന്തി തുടങ്ങിയവരാണ് തൃശ്ശൂർ പേരൂർ ക്ലിപ്തത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. അതേസമയം ഇർഷാദ്, രചന നാരായണൻകുട്ടി, സുധീഷ്, സെറീന വഹാബ്, സുനിൽ സുഗത തുടങ്ങിയവരും മറ്റു പ്രധാന വേഷങ്ങളിലെത്തുന്നു. സ്കൂൾ പഠനകാലത്ത് മുതലുള്ള സൗഹൃദവും ശത്രുതയുമുള്ള കുറച്ചുപേർ, അവരിൽ പ്രധാന ശത്രുക്കളായ ഡേവിഡ് പോളിയും ജോസ് ചെമ്പാടനും. ഒരു പെണ്ണിനോടുള്ള ഇഷ്ടത്തിൽ തുടങ്ങിയ ശത്രുത വർഷങ്ങൾക്കിപ്പുറവും നിലനിൽക്കുന്നുണ്ട്. ആ ശത്രുതയും ഒരുത്തൻ മറ്റൊരുത്തനെ തോൽപ്പിക്കാൻ എന്തും ചെയ്യും എന്ന അവസ്ഥയിൽ നിന്നുമാണ് തൃശ്ശൂർ പേരൂർ ക്ലിപ്തം കഥ പറയുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ കഥ മൊത്തം തൃശ്ശൂരും സംസാരം മൊത്തം തൃശ്ശൂർ ഭാഷയുമാണ്. ട്രെയിലറും പോസ്റ്ററുകളും നല്ല പ്രതീക്ഷ തന്നെയാണ് ചിത്രത്തിന് നൽകിയത്. വലിയ സീരിയസ്നെസ് ഇല്ലാതെ തമാശയൊക്കെ ചേർത്ത് വെച്ചാണ് കഥ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. പ്രകടനങ്ങളിൽ ചെമ്പൻ വിനോദ് തന്നെയാണ് മുന്നിൽ. മുന്നേ കണ്ട കഥാപാത്രങ്ങളുടെ മാനസ നിറങ്ങൾക്കപ്പുറത്തേക്ക് ആസിഫ് അലി മുന്നോട്ട് പോയതായി തോന്നിയില്ല. ബാബുരാജും മുന്നേ കണ്ടുമറന്ന പ്രകടനങ്ങൾ തന്നെ. നായകന്റെയും പ്രതിനായകന്റെയും കൂടെ നിൽക്കുന്നവർ നല്ല പ്രകടനങ്ങളുടെ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് ആംബിയൻസ് നൽകിയിട്ടുണ്ട്. ശക്തമായ സ്ത്രീ കഥാപാത്രമായി അപർണ ബാലമുരളി വരുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് മസിൽ പിടിച്ച് അഭിനയിക്കുന്ന ഫീലും അവസാനത്തോടെടുക്കുമ്പോൾ കഥാപാത്രത്തിന്റെ ഐഡന്റിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോയതുകൊണ്ടും ചില പോരായ്മകൾ തോന്നി. നന്ദു, ഇർഷാദ് എന്നിവരുടെ പ്രകടനങ്ങളും എടുത്തു പറയേണ്ടതാണ്. ടെക്നിക്കലി ശരാശരിക്കും മുകളിൽ നിൽക്കുന്ന സിനിമ തന്നെയാണിത്. പാട്ടുകൾ ഗംഭീരമായി തോന്നിയില്ലെങ്കിലും ക്യാമറ കാഴ്ചകൾ സിനിമയ്ക്ക് മാറ്റേകുന്നുണ്ട്. മുൻപ് നമ്മൾ കണ്ട സിനിമകളുടെ മാതൃകകൾ ചെറുതല്ലാതെ പിന്തുടരുന്നുണ്ട് അവതരണത്തിൽ തൃശ്ശൂർ പേരൂർ ക്ലിപ്തം. അതുകൊണ്ട് തന്നെ പ്രേക്ഷകന് ഊഹിക്കാൻ പറ്റുന്ന തൃശ്ശൂർ വഴികളിലൂടെ തന്നെയാണ് സിനിമയും പോകുന്നത്. രണ്ടുപേർ തമ്മിലുള്ള വാശിക്കിടയിൽ വരുന്ന ഉദ്വേഗത്തിനപ്പുറം അബദ്ധങ്ങളും തമാശകളുമാണ് സിനിമ പറയുന്നത്. ഒരു ചെറിയ കഥയ്ക്കുള്ളിലെ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സിനിമയാണ്. പശ്ചാത്തല സംഗീതവും സിനിമയ്ക്ക് പോസിറ്റീവായി തന്നെ വന്നിട്ടുണ്ട്. എങ്കിലും പ്രേക്ഷകനെ കൃത്യമായി പിടിച്ചിരുത്താൻ പറ്റിയ ഒരു തിരക്കഥയില്ലാതെ പോയത് സിനിമയ്ക്ക് വിനയാകുന്നുണ്ട്. എങ്കിലും സംവിധാനം നല്ലതാക്കിയിട്ടുണ്ട് രതീഷ് കുമാർ. ട്രെയിലർ നിങ്ങൾക്ക് നൽകിയ പ്രതീക്ഷ വളരെ വലുതാണെങ്കിൽ ആ പ്രതീക്ഷയെ മാറ്റിവെച്ച് സിനിമ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം. അവതരണത്തിൽ ആദ്യ ഭാഗത്തിൽ ഒരു പുതുമ തോന്നിയെങ്കിലും അവസാനത്തോടെടുക്കുമ്പോൾ കണ്ട കാഴ്ചകളുടെ വേറൊരു പതിപ്പിലേക്ക് പോകുന്ന സിനിമ മാത്രമാകുന്നു ക്ലിപ്തം. സിനിമയുടെ പ്രധാന പ്രമേയത്തിലും സ്ത്രീയെ തേടി നടക്കുന്ന പുരുഷന്മാരുടെ കഥ തന്നെയാണ്. അതുകൊണ്ട് ചിരിപ്പിക്കാൻ അത്തരം സന്ദർഭങ്ങളും സംഭാഷണങ്ങളും ആവശ്യത്തിനുണ്ട്. ശ്രീജിത്ത് രവി അവതരിപ്പിച്ച കഥാപാത്രമൊക്കെ ഭയങ്കര ബോറായി തോന്നി. വലിയ പ്രതീക്ഷകളില്ലാതെ പോയാൽ ഒരു നേരമ്പോക്ക് സിനിമയായി തൃശ്ശൂർ പേരൂർ ക്ലിപ്തത്തെ കാണാം. ഈ സിനിമയ്ക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് 2.5 ഔട്ട് ഓഫ് 5. ഈ ആഴ്ചയിൽ തന്നെ അഭിഷേക് ബച്ചൻ്റെ ടോയ്ലറ്റ് ഏക് പ്രേം കഥ, ധനുഷിൻ്റെ VIP 2, ഉണ്ണി മുകുന്ദൻ, റിമ കല്ലിങ്കൽ ടീമിൻ്റെ ക്ലിൻറ്റ് എന്നിവയുടെ കാണും. വിശദമായ റിവ്യൂവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.